Now we are going to discuss the traffic control devices. Why devices are required and what are they doing and what are the different devices. ഇതൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തിനായിരിക്കാം ആക്ച്വലി ഈ ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് ഉപയോഗിക്കുന്നത്? ഒരു കൺട്രോൾ ഇല്ലാതെ വാഹനങ്ങൾ പല രീതിയിലും പോയാൽ ആക്സിഡന്റ് ഉണ്ടാവാം അല്ലേ? സോ വി ഹാവ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ മൂവ്മെന്റ് ഓഫ് ദ ട്രാഫിക്. എങ്ങനെ പോകണം, എങ്ങനെ മൂവ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ, ഏത് സ്പീഡിൽ മൂവ് ചെയ്യണം, ഏത് റൂട്ടിൽ മൂവ് ചെയ്യണം, ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം എന്ന പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. So these various aids and devices used to control, regulate and guide the traffic are called the traffic control devices. General requirement of a traffic control devices are attention. ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ഡിവൈസസ് അല്ലെങ്കിൽ ഈ ഒരു മാർക്കിങ്സ് അല്ലെങ്കിൽ ട്രാഫിക് കൺട്രോൾ മെത്തേഡ്സ് വേണ്ടത്. And there should be giving sufficient time for the response and respect of the road users. അതിപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സൈൻ അല്ലെങ്കിൽ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടതിനനുസരിച്ച് അല്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം വെഹിക്കിളിനെ കൺട്രോൾ ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് ടൈം ഈ ഡ്രൈവർക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഈ ഇൻഫർമേഷൻ അത്രയും ദൂരെ തന്നെ സ്ഥാപിക്കണം എന്നർത്ഥം. ഇപ്പോൾ ഒരു ജംഗ്ഷൻ വരികയാണ്, അതിൻ്റെ കുറെ മുന്നേ തന്നെ അവിടെ കാണിച്ചിരിക്കുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെയിൽവേ ക്രോസിംഗ് വരികയാണ്, ഷുഡ് ബി ഇൻഫോംഡ് വെൽ ഇൻ അഡ്വാൻസ് അല്ലേ? ഒരു സ്ലിപ്പറി റോഡാണ്, സ്ലിപ്പറി റോഡാണെങ്കിൽ സ്ലിപ്പറി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഹമ്പ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് വളരെ മുന്നേ തന്നെ അറിയിച്ചാൽ മാത്രമേ ഡ്രൈവർക്ക് കംഫർട്ട് ലെവലിൽ അത് കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു തടസ്സം കടന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ദ നീഡ് ഓഫ് ദ ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ടു ഗിവ് ടൈംലി വാർണിംഗ് ഓഫ് ഹസാർഡസ് സിറ്റുവേഷൻസ്. സമയത്ത് തന്നെ അല്ലെങ്കിൽ സമയാസമയങ്ങളിലുള്ള വാർണിംഗ്സ് കൊടുക്കുക. ഹസാർഡസ് സിറ്റുവേഷൻസ്, മുന്നിൽ എന്തെങ്കിലും ആക്സിഡൻസ് ഉണ്ടോക്കുക എന്നുള്ളത് നേരിട്ട് തന്നെ അറിയിക്കുക. ടു റെഗുലേറ്റ് ദ ട്രാഫിക്, ട്രാഫിക്കിനെ റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ടു പ്രൊവൈഡ് സേഫ്റ്റി ടു ദ ട്രാഫിക്, സേഫ്റ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ? റോഡിൽ എന്തെങ്കിലുമൊക്കെ ഹസാർഡസ് സിറ്റുവേഷൻ നേരത്തെ പറഞ്ഞു, അതുപോലെ ഇനി വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ സേഫ്റ്റി, സ്ലിപ്പറി ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ടു എക്സ്പെഡൈറ്റ് ദ ട്രാഫിക്, ട്രാഫിക്കിനെ മൊത്തം ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി, ബ്ലോക്ക് ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് നടത്താൻ നമുക്കൊരു ശരിയായ ഇൻഫർമേഷൻ ആവശ്യമാണ്. ടു ഗൈഡ് ദ ട്രാഫിക് ബൈ സപ്ലൈങ് ഇൻഫർമേഷൻ അബൌട്ട് ഡയറക്ഷൻസ് ആൻഡ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. മൊത്തം ട്രാഫിക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അതിൽ പലതരത്തിലുള്ള ഇൻഫർമേഷൻ ആവാം. ഫ്യൂൽ സ്റ്റേഷൻ അടുത്തുണ്ടോ, അടുത്തൊരു റിഫ്രഷ്മെന്റ് സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു റെസ്റ്റ് റൂം അവൈലബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഇൻഫർമേഷൻ, ഡയറക്ഷൻ ഇൻഫർമേഷൻ കൊടുക്കാം, എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ അടുത്തൊരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു ആരാധനാലയം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടുത്തൊരു റിക്രിയേഷൻ ഏരിയ ഉണ്ട്, ഇങ്ങനെ രീതിയിലുള്ള പല ഇൻഫർമേഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് ആൾക്കാരെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. And different types of traffic control devices are, one is the traffic signs, second one traffic signals, road markings, traffic islands. ഇതിൽ traffic islands നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. So we will be seeing what are the three other things. Traffic signs എന്താണ്, signals എന്താണ്, road marking എന്താണ്. ട്രാഫിക് സൈൻ എന്ന് പറയുന്നത് സാധാരണ 3 ടൈപ്പ് ആണുള്ളത്. One is the regulatory signs, second one is the warning or cautionary signs, and last one is informatory signs. Regulatory sign എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ് ട്രാഫിക്കിനെ. വാർണിംഗ് ഓർ കോഷണറി സൈൻ എന്ന് പറഞ്ഞാൽ വാൺ ചെയ്യാണ്, സൂക്ഷിക്കണേ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് കാണിക്കുകയാണ്. ദെൻ ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്. ഈ റെഗുലേറ്ററി സൈൻ തന്നെ രണ്ട് തരത്തിലാണ്. വൺ ഈസ് ദ പ്രൊഹിബിറ്ററി ആൻഡ് വൺ ഈസ് ദ മാൻഡേറ്ററി. പ്രൊഹിബിറ്ററി സൈൻ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ, ഡോണ്ട് സ്റ്റോപ്പ്, നോ പാർക്കിംഗ്, ഇതൊക്കെയാണ് പ്രൊഹിബിറ്ററി സൈൻസ്. മാൻഡേറ്ററി സൈൻസ് എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഫോളോ ദാറ്റ്, നിർബന്ധമായിട്ട് പാലിക്കേണ്ടതാണ്. സ്പീഡ് ലിമിറ്റ് 50 kmph എന്ന് പറഞ്ഞാൽ 50-ലേ പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇതാണ് രണ്ട് തരത്തിലുള്ള റെഗുലേറ്ററി സൈൻ. ഇനി വാർണിംഗ് സൈൻ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ, അല്ല ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആദ്യം വാൺ ചെയ്യാണ്. സ്ലിപ്പറി റോഡ് ഉണ്ട്, അല്ലെങ്കിൽ ഹമ്പ് ഉണ്ട്, സ്കൂൾ ഏരിയ ആണ്, പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടാവാം, ഈ രീതിയിലുള്ള വാർണിംഗ് തരുന്നതാണ്. അല്ലെങ്കിൽ സ്റ്റീപ്പ് റോഡാണ് വരുന്നത്, ഇതൊക്കെയാണ് വാർണിംഗ് ഓർ കോഷണറി സൈൻ എന്ന് പറയുന്നത്. ദെൻ ഇൻഫർമേറ്ററി സൈൻസ്, ഇൻഫർമേഷൻ കൊടുക്കുന്നത്, അത് 3 തരത്തിലാണ്. ഒന്ന് ഇൻഡിക്കേഷൻ സൈൻസ്, ഇൻഡിക്കേറ്റ് ചെയ്യാം. അതായത് ഇപ്പം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു
പെട്രോൾ പമ്പിന്റെ ഒരു ഇൻഫർമേഷൻ തരികയാണ്, ഇൻഡിക്കേഷൻ തരികയാണ് അത്. അല്ലെങ്കിൽ വേറൊരു റിക്രിയേഷൻ ഏരിയയാണ് ഇൻഡിക്കേഷൻ തരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഡയറക്ഷൻ ആൻഡ് അഡ്വാൻസ് ഡയറക്ഷൻ സയൻസ്. ഡയറക്ഷൻ കാണിക്കാം, എങ്ങോട്ടാണ് ടേൺ ചെയ്യേണ്ടത്. ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കാലിക്കറ്റ്, റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളം, ഈ രീതിയിലുള്ള ഡയറക്ഷൻ തരുന്നത്. അല്ലെങ്കിൽ അഡ്വാൻസ് ഡയറക്ഷൻ ആഫ്റ്റർ, അപ്പം ഒരു ചില സ്ഥലത്ത് നമുക്ക് കാണാം കണ്ടിന്യൂസ് ആയിട്ട് ഡയറക്ഷൻ ഏറോ മാർക്ക് കൊടുത്ത് ഡിസ്റ്റൻസ് അല്ല സ്പേസ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഇപ്പം ഒരു ഹൈവേ എടുക്കാന്ന് വിചാരിച്ചു, ട്രിവാൻഡ്രം തൃശ്ശൂർ ഹൈവേ എടുക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ അവിടെ ഏറ്റവും മുകളിൽ തൃശ്ശൂർ എഴുതിയിട്ടുണ്ടാവും, തൊട്ട് താഴെ ആലുവ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. ദാറ്റ് ഇസ് അഡ്വാൻസ് ഡയറക്ഷൻ സൈൻ. ദെൻ പ്ലേസ് ആൻഡ് റൂട്ട് ഐഡന്റിഫിക്കേഷൻ സൈൻസ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്ഥലത്തിന്റെ പേര് കാണാം. ആലുവ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മഞ്ചേരി എത്തിയിട്ടുണ്ട്, കാലിക്കറ്റ് എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ, സൈറ്റ് ഐഡന്റിഫിക്കേഷൻ സൈൻ ഉണ്ടാവും. സോ ദീസ് ആർ ദ 3 ഇൻഫർമേറ്ററി സൈൻസ്. ഈ ഡിഫറെന്റ് സൈൻസിന്റെ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. റെഗുലേറ്ററി സൈൻസ്, ദേ ആർ മീൻ ടു ഇൻഫോം ദ റോഡ് യൂസേഴ്സ് ഓഫ് സർട്ടൺ ലോസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസ്. ആൾക്കാർ ബോധ്യപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഇൻഫോം ചെയ്യുക, റിമൈൻഡ് ചെയ്യാണ് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ. ദെൻ വയലേഷൻ ഓഫ് ദീസ് സൈൻസ് ഈസ് ലീഗൽ ഒഫൻസ്. അല്ലേ, സ്പീഡ് ലിമിറ്റ് 50 കൂടാൻ പാടില്ല എന്നാണ്, 50 കൂടാൻ പാടില്ല, അതൊരു ലീഗൽ ഒഫൻസ് ആണ്. അതുപോലെ നോ പാർക്കിംഗ് ഏരിയ കണ്ടു കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. സോ സച്ച് ഇപ്പൊ ചിലതുണ്ടാവും, 1 വേ സ്ട്രീറ്റ് ആയിരിക്കും, റൈറ്റ് ടേൺ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല. സോ ദീസ് ആർ ദ പ്രൊഹിബിഷൻസ്. Then warning signs, they are used to warn the hazardous conditions that exist or adjacent to the roadway. എന്തെങ്കിലും വാർണിംഗ് സൈൻ ഉണ്ട്, മല സൈഡിൽ റോഡ് ഇടിയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ചതുപ്പ് നിലമുണ്ട്, വെള്ളക്കെട്ടുണ്ട്, ഈ രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. The warning sign is in the shape of an equilateral triangle with the vertex pointing upwards. ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിൽ ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും അതിൽ വാർണിംഗ് സൈൻ ഉണ്ടാവുക. Then informatory signs are the These signs are used to guide the road users along the route. Route guide ചെയ്യാൻ വേണ്ടി, to inform them about the destination and distances. Provide information like fuel station, hospital, restaurants, etc. to make travel easier, safe and pleasant. Okay, self explanatory അല്ലേ. ഇതാണ് റെഗുലേറ്ററി സൈൻസ്. നമുക്ക് സ്റ്റോപ്പ്, ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. ദെൻ ഗീവ് വേ, മെല്ലെ പോകുന്ന വണ്ടികൾ, സ്പീഡ് പോകേണ്ട വണ്ടികൾക്ക് സ്ഥലം കൊടുക്കുക. ദെൻ സ്ട്രെയിറ്റ് പ്രൊഹിബിറ്ററി, നോ എൻട്രി, ഇങ്ങോട്ട് പോകാൻ പാടില്ല, ഇവിടെ മുന്നിലേക്ക് പോകാൻ പാടില്ല, പക്ഷെ തിരിച്ചു വരാം, 1 വേ ആണ്. ഇവിടെ അതുപോലെ തന്നെ നേരെ മുന്നോട്ട് പോകാം, തിരിച്ചു വരാൻ പാടില്ല. അതുപോലെ യു ടേൺ പാടില്ല, ഇവിടെ ഓവർടേക്കിംഗ് പാടില്ല. ദിസ് ഈസ് ദ നോ പാർക്കിംഗ് ഏരിയ. ഇങ്ങനെ സൈൻ കണ്ടാൽ അവിടെ എഴുതുന്ന വെക്കേണ്ട ആവശ്യമില്ല, നോ പാർക്കിംഗ് ആണ്. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, വെറുതെ നിൽക്കാനും പാടില്ല, പാർക്ക് ചെയ്യാനും പാടില്ല. ദാറ്റ് ഈസ് ദിസ് തിങ്. വണ്ടി പോയിക്കൊള്ളുക, നിർത്താൻ പാടില്ല അവിടെ. ഇത് ഹോൺ അടിക്കാൻ പാടില്ല. ഇത് വെയിറ്റ് റെസ്ട്രിക്ഷൻ ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് ഫ്രീ ആണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്യാം. ഇത് കമ്പൽസറി ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് തന്നെ മൂവ് ചെയ്യണം, റൈറ്റിലേക്ക് പോകാൻ പാടില്ല. ഇത് കമ്പൽസറി മുന്നോട്ട് പോവുക, വേറെ തിരിയാൻ പാടില്ല, ഇത് റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കണം. സോ ദീസ് ആർ ദ റെസ്ട്രിക്ഷൻ ആൻഡ് പ്രൊഹിബിറ്ററി ആൻഡ് മാൻഡേറ്ററി സൈൻസ്. ഓക്കെ, ഇത് വാർണിംഗ് സൈൻ ആണ്. വലത്തോട്ട് ഇവിടെ ഒരു ടേണിംഗ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ട്രയാങ്കിൾ ആയിരിക്കും എന്നുള്ള, ട്രയാങ്കിൾസ് ഏരിയയിലായിരിക്കും. ഇവിടെ ലെഫ്റ്റ് ടേൺ ആണ്, ഒരു വളവ് വരുന്നുണ്ട്, ഒരു ടി ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ വളരെ കുത്തനെയുള്ള എയർപിൻ കർവ് ആണ്, പിന്നെ സിഗ്സാഗ് ആണ് റോഡ് മൂവ് ചെയ്യുന്നത്. ആ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടാവാം, ആൾക്കാർ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടാവണമെന്നില്ല, അതായത് ഇതുപോലൊരു സീബ്ര ക്രോസിംഗ് ഉണ്ടാവുന്നില്ല, പക്ഷെ ആളുകൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നു, ചെങ്കുത്തായ പാതകൾ, കാറ്റിൽ അവിടെ റോഡിൽ മൃഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഇൻഫർമേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സോ വാർണിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്, അല്ലെ, സൂക്ഷിക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ ദ ഇൻഫർമേറ്ററി സൈൻസ്. നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ് ഡയറക്ഷൻ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ സൈൻ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്ലേസിന്റെ ഇൻഫർമേഷൻ ഉണ്ടാവും, പിന്നെ ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ടാവും. റീഅഷുറൻസ് സൈൻ ആണ്, ഏകദേശം വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ, ഫോൺ ബൂത്ത് ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ് എവിടെയാണ്, അല്ലെങ്കിൽ ഭക്ഷണം എവിടെയുണ്ട്, ഹോസ്പിറ്റൽ ഉണ്ടോ, ഫ്യൂവൽ സ്റ്റേഷൻ ഉണ്ടോ, പാർക്കിംഗ്, ഇങ്ങനെ പല രീതിയിലുള്ള ഇൻഫർമേഷൻ കാണിക്കുന്നതാണ് ഈ ഒരു ഇൻഫർമേറ്ററി സൈൻ. ഇനി സിഗ്നലിലേക്ക് കടക്കുകയാണെങ്കിൽ, സിഗ്നൽസ് ആർ ദ ഡിവൈസസ് വിച്ച് ഡയറക്ട് ദ ട്രാഫിക് ടു സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് അറ്റ് ഇന്റർസെക്ഷൻസ് യൂസിങ് റെഡ് ആൻഡ് ഗ്രീൻ ട്രാഫിക് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി. ഇന്റർസെക്ഷനിലെല്ലാം വണ്ടികളെ നിർത്താനും
മുന്നോട്ട് പോകാനും സഹായിക്കുന്നതാണ് സിഗ്നൽസ്. സിഗ്നൽസ് അവിടെ മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആംബർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അതിനർത്ഥം എന്താ വെച്ചാൽ ബി കോഷ്യസ്, മുന്നോട്ട് പോകുമ്പോൾ സ്പീഡ് കുറച്ച് മുന്നോട്ട് പോവുക എന്നാണ്. അതേ സമയത്ത് റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും. അതിന്റെ അർത്ഥം ചിലപ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഹൈവേയിൽ ഒരു ക്രോസ് റോഡ് ഉണ്ടെന്ന് വിചാരിച്ചു, അപ്പൊ അവിടെ ഒരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും. അതിനർത്ഥം നമ്മൾ നിർത്തണം എന്നല്ല, പക്ഷെ നിർത്തേണ്ടി വന്നേക്കാം. സോ ബി അലേർട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മെയിൻ റിക്വയർമെന്റ് ഓഫ് എ ട്രാഫിക് സിഗ്നൽ ആർ ടു ഡ്രോ അറ്റൻഷൻ, പ്രൊവൈഡ് മീനിങ് ആൻഡ് ടൈം ടു റെസ്പോണ്ട് ആൻഡ് ഹാവ് എ മിനിമം വേസ്റ്റ് ഓഫ് ടൈം. ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം, അത്ര സ്റ്റേറ്റ്മെന്റുകൾ നോക്കണ്ട. ജസ്റ്റ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടണം, പെട്ടെന്ന് കിട്ടണം, ടൈം ഡിലേ ആക്കാൻ പാടില്ല. അത് രണ്ട് തരത്തിലാണ് ട്രാഫിക് സിഗ്നൽ ഉള്ളത്. ഒന്ന് ട്രാഫിക് കൺട്രോൾ സിഗ്നലും ഒന്ന് പെഡസ്ട്രിയൻ സിഗ്നലും. ട്രാഫിക് കൺട്രോൾ സിഗ്നലിൽ നമുക്കറിയാം 3 കളറാണ് സാധാരണ ഉണ്ടാവുക. റെഡ് സ്റ്റോപ്പ് ചെയ്യാനും ഗ്രീൻ പോവാനും, ആംബർ ലൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ലൈറ്റ് കാണിക്കുന്നത് ക്ലിയറൻസ് ടൈം ആണ്. ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ലൈറ്റ് കിട്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ആംബർ കണ്ടാൽ ഇനി ബാക്കിൽ വരുന്ന വണ്ടികളൊന്നും പോകരുത്, ഓൾറെഡി ക്രോസ് ചെയ്ത വണ്ടികൾ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യുക എന്ന് മാത്രം. ഓക്കെ, ലൈക്ക് ദാറ്റ്. ദെൻ പെഡസ്ട്രിയൻ സിഗ്നൽസ് ഉണ്ടാവും. പെഡസ്ട്രിയൻ സിഗ്നൽസ്, പെഡസ്ട്രിയൻ ഗ്രീൻ കാണിച്ചു കഴിഞ്ഞാൽ പെഡസ്ട്രിയൻ മാത്രമേ അവിടെ മൂവ് ചെയ്യാൻ പാടുള്ളൂ. പെഡസ്ട്രിയൻ നിർബന്ധമായിട്ടും ആ സമയത്തെ മൂവ് ചെയ്യാനും പാടുള്ളൂ. അതാണ്, വെറുതെ ക്രോസ് ചെയ്യാം, സിഗ്സാഗ് ആയിട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദീസ് ആർ ദ ട്രാഫിക് സിഗ്നൽസ്. ദെൻ കമ്മിങ് ടു ദ റോഡ് മാർക്കിംഗ്. റോഡിൽ മാർക്ക് ചെയ്യാണ് സൈനുകൾ, സിഗ്നേച്ചർ അല്ലെങ്കിൽ സൈൻ അല്ലെങ്കിൽ ലൈൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ദീസ് ആർ മെയ്ഡ് ഓഫ് ലൈൻസ്, പാറ്റേൺ ആവാം, വേർഡ്സ് ആവാം. ചിലടത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും സ്പീഡ് ലിമിറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടേൺ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓർ സിമ്പിൾ ആവാം, ജസ്റ്റ് ആരോ മാർക്സ് ആവാം. ഓർ റിഫ്ലക്ഷൻ ഓൺ ദ പേയ്മെന്റ്, റിഫ്ലക്റ്റഡ് പെയിന്റിംഗ് ആയിരിക്കാം. പിന്നെ അത് ചിലപ്പം കർബിൽ ഉണ്ടാവും. കർബ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാഫിക് ഐലൻഡ്സിന്റെ സൈഡ് അല്ലെ, സൈഡ്സ് ഓഫ് ദ ഐലൻഡ്സ് ഓർ ഓൺ ദ ഫിക്സ്ഡ് ഒബ്ജക്ട്സ് വിത്തിൻ ഓർ നിയർ ദ റോഡ്. റോഡിന്റെ അടുത്തോ അകലെയോ റോഡിൽ തന്നെയുള്ള മാർക്കിംഗ് ആണത്. ദ മാർക്കിംഗ് ആർ മെയ്ഡ് യൂസിങ് പെയിന്റ്സ് ഇൻ കോൺട്രാസ്റ്റ് വിത്ത് കളർ ആൻഡ് ബ്രൈറ്റ്നസ് ഓഫ് ദ പേയ്മെന്റ് ഓർ അതർ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യം എടുക്കുക. ചില സ്ഥലത്ത് യെല്ലോവും ബ്ലാക്കും കാണാം, ചില സ്ഥലത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കാണാം അല്ലെ. So this road marking are of 4 types. One is pavement marking, then curb marking, object marking, and reflector or unit marking. Reflector unit marking. So in pavement marking like different types of pavement marking നമുക്ക് കാണാം. സ്റ്റോപ്പ് അല്ലേ, പാർക്കിംഗ് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതുപോലെ റോഡിൽ നീളത്തിൽ ലൈൻസ് കാണാം. പിന്നെ പെഡസ്ട്രിയൻസ് മാർക്കിംഗ് ഉണ്ടാവും, സൈക്കിൾ ട്രാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കൂടെ ലെയിൻ മാർക്കിംഗ് ഉണ്ടാവും. പിന്നെ സിഗ്നൽ ലൈറ്റ്സ് എല്ലാം സ്റ്റോപ്പ് മാർക്കിംഗ് ഉണ്ടാവും. പിന്നെ റോഡിൽ തിരിയേണ്ടത് ലെഫ്റ്റിലേക്ക് പോകേണ്ട ഇങ്ങോട്ട് പോകണം, ഈ ലൈനിൽ പോകണം, റൈറ്റിലേക്ക് പോകേണ്ടവർ ഈ ലൈനിലേക്ക് പോകണം എന്നുള്ള മാർക്കിംഗ് ഉണ്ടാവും. ഇങ്ങനെ. സോ ദീസ് ആർ ദ മാർക്കിംഗ് വിച്ച് ആർ യൂസ് ടു ഡിവൈഡ് ദ ഫ്ലോ. ഫ്ലോനെ ഡിവൈഡ് ചെയ്യാൻ, അതായത് ഇതുപോലെ 2 ഡയറക്ഷനിൽ ഇതുപോലെ മൂവ് ചെയ്യണം. ഇവിടെ മീഡിയൻസ് ഒന്നുമില്ല, ജസ്റ്റ് വരകൾ മാത്രമേ ഉള്ളൂ. സോ ഡിവൈഡ് ദ ഫ്ലോസ്. ഗീവ് വാർണിംഗ് ഓഫ് ക്രോസ് റോഡ്സ്. ക്രോസ് റോഡ്സ് ഉണ്ടെങ്കിൽ വാർണിംഗ് കൊടുക്കാൻ വേണ്ടി. ഇപ്പം ഒരു ക്രോസ് റോഡ് ഉണ്ടെങ്കിൽ അവിടെ ഈ ലൈന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ടു ഇൻഡിക്കേറ്റ് പാർക്കിംഗ് റെസ്ട്രിക്ഷൻസ്, പാർക്കിംഗ് പാടില്ലെങ്കിൽ അല്ലെങ്കിൽ പാർക്കിംഗ് പെർമിറ്റഡ് ആണെങ്കിൽ. പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ പല രീതിയിലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് പേവ്മെന്റ് മാർക്കിംഗ് ഉപയോഗിക്കുന്നത്. ദേ മേ ബി ഓഫ് വൈറ്റ് ഓർ യെല്ലോ പെയിന്റ്. യെല്ലോ മാർക്കിംഗ് ഷുഡ് നോട്ട് ബി ക്രോസ്ഡ് മാൻഡേറ്ററിലി. യെല്ലോ മാർക്കിംഗ് ഉണ്ടെങ്കിൽ ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് റൂള്. ഇവിടെ കാണാം, കണ്ടോ, ഇതൊരു യെല്ലോ കണ്ടിന്യൂസ് ലൈൻ ആണ്. ഇതിനെ ആംബുലൻസിന് മാത്രം വേണേൽ ക്രോസ് ചെയ്യാം. അതാണ് ഇവിടെ യെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ആംബുലൻസ് ആണ്, മറ്റൊരു വണ്ടികൾ അവിടെ ക്രോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെ ഈ ഡോട്ടഡ് ലൈൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോളിഡ് ലൈൻ ഷുഡ് നോട്ട് ബി ക്രോസ്ഡ്. സോളിഡ് ലൈൻ ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല. അതേസമയത്ത് ബ്രോക്കൺ ലൈൻസ് ക്യാൻ ബി ക്രോസ്ഡ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. വേണമെങ്കിൽ ക്രോസ് ചെയ്യാം, അറ്റ്മോസ്റ്റ് കെയർ. ഇപ്പോൾ ലൈൻ ആണെങ്കിൽ അടുത്ത ലൈനിലേക്ക് അടക്കം ശ്രദ്ധിക്കണം, അവിടെ വേറെ വണ്ടികൾ അതേ സ്പീഡിൽ പോകുന്നുണ്ടോ എന്നുള്ളത്. സോളിഡ് ലൈൻസിന് ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഈ റോഡിൽ ഇത് ഏറ്റവും സ്ലോവസ്റ്റ് സ്പീഡാണ്, ഇത് കുറച്ചുകൂടി സ്പീഡാണ്. അതായത് ഈ സ്ലോവസ്റ്റ് വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. പക്ഷേ എക്സ്ട്രീം റൈറ്റിലുള്ളത് ഹൈ സ്പീഡ് വെഹിക്കിളിന് വേണ്ടി മാത്രമാണ്, അവിടെ കയറി വരാൻ പാടില്ല. അതാണ് ഇവിടെ ഈ വൈറ്റ് മാർക്കിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഡബിൾ ലൈൻസ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് മാക്സിമം റെസ്ട്രിക്ഷൻ. ഇതും ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല, ഡബിൾ ലൈൻസ്. ദെൻ കർവ് മാർക്കിംഗ്. കർബിലെല്ലാം മാർക്ക് ചെയ്തത് ഇത് ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് ദൂരെ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇൻഡിക്കേറ്റ് റെഗുലേഷൻ ലൈക്ക് പാർക്കിംഗ് റെഗുലേഷൻ. പാർക്കിംഗ് റെഗുലേഷൻ വേണമെങ്കിലും ഇത് കാണിക്കാറുണ്ട്. ആൾട്ടർനേറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻ ഓർ ബ്ലാക്ക് ആൻഡ് യെല്ലോ
മാർക്കിങ്സ് ഓൺ ദ കേർവ് ആൻഡ് എഡ്ജസ് ഓഫ് ദ ഐലൻഡ്സ്. ഈ ഐലൻഡ്സ് ഒക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ അവിടെ നമുക്ക് ദൂരെ നിന്ന് ഇങ്ങനെ സാധനം അവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ദെൻ ഒബ്ജക്റ്റ് മാർക്കിംഗ്, ഇതും ഈ പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ് ഒബ്ജക്റ്റ് മാർക്കിംഗ്. ഇപ്പോൾ റോഡിൽ ഒരു ഡിവിഷൻ വരാൻ പോവാണ്, ഒരു ഐലൻഡ് വരാൻ പോവുക എന്നുള്ളത് കുറെ ദൂരെ നിന്ന് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കും, റോഡ് മാർക്കിംഗ്. ദെൻ റിഫ്ലക്ട് യൂണിറ്റ് മാർക്കിംഗ്, നൈറ്റിൽ യാത്ര നമുക്ക് കാണാം, എല്ലാ റോഡിലും ഇപ്പോൾ ഈ സാധനം ഉണ്ട്, ഇവിടെയൊക്കെ ഈ PVC സാധനം പതിച്ച് വെച്ചിട്ടുണ്ടാവും. അത് നൈറ്റിൽ അല്ലെങ്കിൽ സോളാർ സെല്ലായിരിക്കും ഉണ്ടാവുക, നൈറ്റിൽ അത് റിഫ്ലക്ട് ചെയ്യും അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യും. ചിലപ്പോൾ റിഫ്ലക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നൈറ്റിൽ ഓട്ടോമാറ്റിക് ലൈറ്റ് ചെയ്യുന്നതായിരിക്കാം. So these are the different types of road markings. Then coming to the traffic islands, which we have discussed already, so I am not going to detail into it. Just നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ സെയിം പോയിന്റ്സ് തന്നെ. These are raised areas constructed within the roadway to establish physical channels through which the vehicular traffic may be guided. ശരിക്കും അവിടെ ഫിസിക്കലായിട്ട് നേരത്തെ കണ്ട പോലെ വരകളോ അല്ലെങ്കിൽ മാർക്കിങ്ങോ അല്ല, ഫിസിക്കലി വണ്ടികളെ അല്ലെങ്കിൽ ഈ ലെയിൻസിനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിവിഷൻ ഐലൻഡ്, ചാനലൈസിങ് ഐലൻഡ്സ്, പെഡസ്ട്രിയൻ ലോഡിംഗ് ഐലൻഡ്സ്, എക്സെട്ര എക്സെട്ര. ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ പഠിച്ചത് തന്നെയാണ്. ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ഹിയർ, ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, സോ ബൈ ദിസ് ദ ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് എന്നുള്ള സിലബസിൽ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ വേണ്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ വി ആർ ടേക്കിംഗ് ഓൺലി ദ ഐഡിയാസ് ഓർ ജസ്റ്റ് ആൻ ഇൻട്രോ ഓഫ് ദിസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ ഡിവൈസസ്. ഓക്കെ, ബൈ.